ടോപ്പിക്കാണ് മാൽന്യൂട്രീഷൻ. Malnutrition is a pathological state resulting from relative or absolute deficiency or excess of one or more essential. അപ്പൊ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന മെലിഞ്ഞു ഉണങ്ങിയുള്ള ഒരു കുട്ടിയായിരിക്കും. കാരണം ന്യൂട്രീഷൻ കിട്ടാതെ ഉള്ളതാണ് മാൽന്യൂട്രീഷൻ എന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. ശരിക്കും മാൽന്യൂട്രീഷൻ വെച്ചാൽ അത് മാത്രമല്ല, ഒന്നെങ്കിൽ കുറവുള്ളത് അല്ലെങ്കിൽ എക്സസൈസ് അടിച്ചുരുണ്ട ഒരു കുട്ടിയും മാൽന്യൂട്രീഷന്റെ ഭാഗമാണ്. കാരണം അവര് ആവശ്യത്തിൽ അധികം കഴിക്കുന്നത് അതും മാൽന്യൂട്രീഷൻ ആണ്. മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ റിലേറ്റീവ് ഓർ അബ്സൊല്യൂട്ട് ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് വൺ ഓർ മോർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. മാൽന്യൂട്രീഷനിൽ കുറഞ്ഞാലും കൂടിയാലും ഉള്ളത് മാൽന്യൂട്രീഷൻ ആണ്. അതിൽ തന്നെ അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ, ഇംബാലൻസ്, സ്പെസിഫിക് ഡെഫിഷ്യൻസി, ഇങ്ങനെ 4 എണ്ണമായിട്ട് ആക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ആവശ്യമുള്ളതിലും അധികം എക്സസീവ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഓവർ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം, അതാണ് ഓവർ ന്യൂട്രീഷൻ. അതിലാണ് ഒബിസിറ്റി, ഡയബറ്റീസിന്റെ ഒക്കെ റിസ്ക് കൂടുന്നത്. പിന്നെ വരുന്നത് ഇംബാലൻസ് ആണ്. ഈ ഇംബാലൻസിൽ വരുന്നത് വെച്ചാൽ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല. ചിലത് കുറച്ച് കൂടുതലുണ്ട്, ചിലത് കുറച്ച് കുറവുണ്ട്, ചിലത് തീരെ ഉണ്ടാവാതായി പോവാ. കുറെ ന്യൂട്രിയൻസ് ഇല്ല എസെൻഷ്യൽ ആയിട്ടുള്ള. ഇപ്പോൾ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ ഫാറ്റ് അത്ര ഇല്ല, വിറ്റമിൻസും മിനറൽസും അത്ര ഇല്ല. ഇത് മിനറൽസ് തീരെ ഇല്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയാം. പിന്നെ വരുന്നത് സ്പെസിഫിക് ഡെഫിഷ്യൻസി ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ആബ്സെൻസ് തീരെ കിട്ടുന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്, വൈറ്റമിൻ കിട്ടുന്നില്ല ശരീരത്തിന്. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും. അതാണ് ഈ സ്പെസിഫിക് ഡെഫിഷ്യൻസി. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ കംപ്ലീറ്റ് ആബ്സെൻസിനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്ക് മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പൊ വൈറ്റമിൻ കുറഞ്ഞ വൈറ്റമിന്റെ ഏത് വൈറ്റമിൻ ആണോ കുറവ് അതിനനുസരിച്ചുള്ള ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് ശരീരത്തിൽ ഡെവലപ്പ് ആവും. പിന്നെ ഇൻഡയറക്ട്ലി നമ്മുടെ മോർട്ടാലിറ്റി, മോർബിഡിറ്റിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്തിനെയൊക്കെ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ബാധിക്കുന്നുണ്ട്. ഇനി മാൽന്യൂട്രീഷൻ വരാനുള്ള കുറച്ച് കാരണങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് കണ്ടീഷനിങ് ഇൻഫ്ലുവൻസസ്. ഇത് കണ്ടീഷനിങ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് ആണ്. ചില ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാൽനറിഷ്ഡ് ആവും. കാരണം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡയറിയ, ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ഡയറിയ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രക്രിയ തന്നെ ഇറഗുലർ ആവും. കാരണം അബ്സോർപ്ഷൻ ഒന്നും പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവില്ല, പ്രോപ്പർ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സ്റ്റൂൾ മൂവ്മെന്റ് ഭയങ്കര റാപ്പിഡ് ആയിട്ട് ഇറഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനുള്ള ഒരു ഇതില്ലാതിരിക്കും. പ്ലസ് ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ്സ്, ഈ പാരസൈറ്റ്സ് ഈ പറയുന്ന പോലെ നമ്മുടെ അബ്സോർപ്ഷനൊക്കെ ബാധിക്കും. അതിന്റെ ബയോ അവൈലബിൾ ആക്കില്ല. നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഈ പാരസൈറ്റ്സ് കൺസ്യൂം ചെയ്യാന്നല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവില്ല. അത് അതിന്റെ അബ്സോർപ്ഷനെയും ബാധിക്കും. പിന്നെ ചില ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് കുറയും. TB, മീസൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൺസപ്ഷൻ കുറയുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് വേണ്ട റിക്വയർമെന്റ് കൂടുകയും ചെയ്യും. അപ്പം ഈ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് കൂടുതൽ ന്യൂട്രിയൻസ് വേണം. പക്ഷെ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല. ഇതൊക്കെ മാൽനറിഷ്ഡ് ആവാൻ വേണ്ടി കാരണമാക്കും. പിന്നെ വരുന്ന കൾച്ചറൽ സംഭവങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചില റിലീജിയനിലുള്ള ആൾക്കാർ ഫിഷ് ഇതൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ ചിലർ ബീഫ് കഴിക്കില്ല. ബ്രാഹ്മിൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഈ മീറ്റ്, എഗ് ഇതൊന്നും കഴിക്കാത്തില്ല. അപ്പോ മുസ്ലിംസ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അവർ പോർക്ക് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് സംഭവങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ചില കാര്യങ്ങളുണ്ട്. ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ ഒരു പറയുന്നു, ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ കുട്ടി വലുതാവും, പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടാവും, പപ്പായ കഴിച്ചാൽ അബോർഷന് സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷനിലെ മാൽനറിഷ്മെന്റിലേക്ക് നയിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഫുഡ് പാറ്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന സാധനം ഇഷ്ടമല്ല, ഞാൻ ഈ പയറുവർഗ്ഗങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാനത് കഴിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ചിക്കനും ഇതും ഇഷ്ടമല്ല, അത് ഞാൻ കഴിക്കില്ല. ഇങ്ങനത്തെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മളുടെ ന്യൂട്രിറ്റീവ് കണ്ടീഷനിലെ അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് സ്റ്റേറ്റിനെ ബാധിക്കുന്ന സാധനമാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കുക്കിംഗ് പ്രാക്ടീസ്, ഒരുപാട് വെള്ളത്തിൽ കഴുകി കളയുക, കുക്ക് ചെയ്തിട്ട് ആ വെള്ളം ഒഴിവാക്കുക, തൊലി കളഞ്ഞ് കഴിക്കുക, ഇതൊക്കെ നമ്മുടെ അതിന്റെ ന്യൂട്രിയന്റ് അവൈലബിലിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില വീടുകൾ കണ്ടില്ല, ആദ്യം ആണുങ്ങൾ കഴിക്കും, മുതിർന്ന ആണുങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് സ്ത്രീകൾ കഴിക്കുക. അങ്ങനത്തെ പണ്ട് കാലത്ത്, ഇപ്പൊ ഒന്നും അത്ര ഇല്ല, പണ്ട് കാലത്തെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ഇപ്പോ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിറ്ററസി, ഫാമിലി സൈസ്, ഇതൊക്കെ നമ്മുടെ മാൽന്യൂട്രീഷനെ ബാധിക്കും. കാരണം പോവർട്ടി, അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല, അവർ ഓട്ടോമാറ്റിക്കലി മാൽനറിഷ്ഡ് ആയിരിക്കും. വലിയൊരു ഫാമിലിയാണ്, ഇപ്പോൾ 2 ആൾക്ക് കഴിക്കാനുള്ള ആഹാരം അവിടെ കിട്ടുന്നത്, വീട്ടിൽ 8 ആളുണ്ട്. അപ്പൊ ഈ 2 ആൾക്കുള്ള സാധനം 8 ആൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക? നടക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കുന്നതാണ്. പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ, ഒന്നുകിൽ ഇത്ര ഒരു രാജ്യത്ത് ഇത്ര പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഫുഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ എല്ലാവരും ഫീഡ് ചെയ്യാനുള്ള സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തില്ല, ഇറക്കുമതി ചെയ്തിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറെ പേര് പട്ടിണിയാവും. അതേപോലെ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ്, ഇപ്പൊ എസെൻഷ്യൽ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്തു തന്നെ അവർക്ക്
ഇത് എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ കൂടി നടന്നില്ലെങ്കിലും ആവശ്യക്കാർക്ക് കിട്ടാതായി പോകുന്നത്. ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ആവശ്യത്തിലധികം കിട്ടുകയും മറ്റേ കാറ്റഗറിക്ക് തീരെ കിട്ടാതായി പോവുകയും ചെയ്താലും ആ അൺഈവൻ ഡിസ്ട്രിബ്യൂഷനും മാൽനറിഷ്മെന്റിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ മാൽന്യൂട്രീഷൻ എങ്ങനെ കണക്കാക്കാന്നുള്ളതാണ്. ഒന്ന്, വെയിറ്റ് ഫോർ ഏജ് കാണാന്നുള്ളതാണ്. വെയിറ്റ് ഫോർ ഏജ് എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇത്ര കിലോ വേണം, ഒരു മാസം കൂടുമ്പോൾ ഇത്ര ആയിട്ട് കൂടും, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇപ്പോ ഇത്ര വയസ്സാകുമ്പോൾ ഇത്ര വെയിറ്റ് ആണ് പ്രതീക്ഷിക്കുക എന്നുള്ളത്. അതനുസരിച്ച് കുട്ടി ആ സ്റ്റേജ് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ, കൂടുതലാണെങ്കിൽ ആ കുട്ടി മാൽനറിഷ്ഡ് ആണ്, കൂടുതൽ ആവശ്യത്തിലധികം ഒരുപാട് അധികം ആണെങ്കിൽ അത് മാൽനറിഷ്ഡ് ആണ്. ആവശ്യത്തിന്റെ അത്ര വെയിറ്റ് എന്ന് വെച്ചാൽ ഏജിൽ വേണ്ട വെയിറ്റിന്റെ അത്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടി മാൽനറിഷ്ഡ് ആണ്. ഇപ്പോൾ പിന്നെ വരുന്നത് ഹൈറ്റ് ഫോർ ഏജ്. ഇപ്പോൾ ഒരു ഏജ് ആകുമ്പോൾ ഇത്ര ഹൈറ്റ് വേണം. ചെറിയ കുട്ടിയാകുമ്പോൾ ലെങ്ത് ഫോർ ഏജ് എന്നും വലിയ ആൾക്കാരാകുമ്പോൾ ഹൈറ്റ് ഫോർ ഏജ് എന്ന് പറയാം. അതും ആ സ്കെയിൽ ഒരു നോർമൽ സ്കെയിൽ ഉണ്ടാവും. അപ്പൊ എന്ത് പറയുന്നത്, ഈ ഒരു ലൈൻ ഉണ്ടാവും, ഒരു നോർമൽ ലൈൻ. അതിന്റെ അപ്പുറത്താണെങ്കിൽ അധികമാണെന്നും ഈ താഴെയാണെങ്കിൽ കുറവാണെന്നുള്ള രീതിക്കാണ് നമ്മൾ കണക്കാക്കുക. അതേപോലെ വെയിറ്റ് ഫോർ ഹൈറ്റ്. ഈ 3 സാധനങ്ങൾ നോക്കിയാൽ നമുക്ക് കുട്ടി പ്രോപ്പർ ഗ്രോത്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ടോ നമുക്ക് മനസ്സിലാവും. പിന്നെ മിഡ് ആം സർക്കംഫറൻസ് അളക്കാം. ഇത് നമ്മുടെ മസിൽ മാസിന്റെ ഒരു നമ്മുടെ ശരീരത്തിലെ മസിൽ മാസിന്റെ ഒരു അളവാണ് ഈ മിഡ് ആം സർക്കംഫറൻസ്. ഇതിനൊരു റേഞ്ചിന്റെ ഒരു 13.5 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓക്കെ ആണ് കുട്ടിയുടെ. 12.5 13.5 ഇടയിലാണെങ്കിൽ ഒരു മൈൽഡ് മാൽനറിഷ്ഡ് കുട്ടിയാണെന്ന് വേണേൽ പറയാം. 12.5 താഴെയാണെങ്കിൽ കുട്ടിക്ക് സിവിയർ മാൽനറിഷ്മെന്റ് ആണെന്ന് പറയാം. പിന്നെ വരുന്നത് ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി എക്സാമിനേഷൻ. നമുക്ക് കുട്ടിയുടെ തല മുതൽ കാല് വരെ നോക്കിയാൽ ആ കുട്ടിയുടെ ന്യൂട്രീറ്റീവ് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ മുടിയൊക്കെ ഭയങ്കര സ്പാർസ് തിന്നാണ്, പെട്ടെന്ന് പൊഴിഞ്ഞു പോരുന്നു, ഇതൊക്കെയാണെങ്കിൽ കുട്ടിക്ക് ന്യൂട്രീറ്റീവ് വാല്യൂ കുറവാണെന്ന് അർത്ഥം. നെയിൽസും അത്ര വെൽ ഡെവലപ്ഡ് അല്ല കുട്ടിക്ക്, അങ്ങനെ എഡിമണ്ടാടെയും വെടിയൊക്കെ ആയിട്ട്. ഇതൊക്കെ ക്ലിനിക്കൽ സയൻസിലൂടെ നമുക്ക് ന്യൂട്രീറ്റീവ് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ലബോറട്ടറി സാധനങ്ങൾ, ഇപ്പൊ ഹീമോഗ്ലോബിന്റെ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കുട്ടിയുടെ ഹീമോഗ്ലോബിൻ അപ്പൊ അനീമിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽനറിഷ്ഡ് ആണെന്നാണ് അർത്ഥം. അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കാരണം അനീമിയ ഉണ്ട് എന്നാണ് അർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞ ചാർട്ട്, ഗ്രോത്ത് ചാർട്ട് പോലുള്ളത്. ഇതിൽ നോക്കി അറിയാം. ഈ നടുവ് കൂടെ പോകുന്ന യെല്ലോ ആണ് നോർമൽ, മേലേക്ക് അല്ല ഗ്രീൻ ആണ് ഇതിൽ വരുന്നത്. താഴേക്ക് യെല്ലോ വരുമ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഈ ചാർട്ടിൽ ഇവിടെ യെല്ലോ മോഡറേറ്റും ഈ ഓറഞ്ച് കളറിൽ വരുന്നത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പച്ചയാണ് നോർമൽ. പച്ചന്റെ താഴെ മഞ്ഞയിൽ വരികയാണെങ്കിൽ മൈൽഡ് ഓർ മോഡറേറ്റ് മാൽനറിഷ്മെന്റ് ആയിരിക്കും കാരണം. മറ്റേത് ഓറഞ്ചിലേക്ക് വരുമ്പോൾ അത് സിവിയർ മാൽനറിഷ്ഡ് ആയിട്ട് കണക്കാക്കാം.